രാവിലെ എണ്ണിച്ചപ്പോൾ ഉള്ള കണിയാണ് കേട്ടോ. മിറ്റം ആകെ കുളമായി, വെള്ളവും കയറി ഫുൾ അലമ്പായിട്ട് കിടക്കുന്നു. അതിൻ്റെ കൂടെ മഴയും. പിന്നെ പറയണ്ടല്ലോ, മഴയുള്ള ദിവസം പിന്നെ നമ്മൾ താമസിച്ചല്ലേ എണ്ണിക്കാറുള്ളൂ. ഞാനങ്ങനെ കേട്ടോ, എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോഴും ഞാൻ അങ്ങനെ ആയിരുന്നു. എനിക്ക് എണ്ണിക്കാൻ ഭയങ്കര മടിയാണ് ഈ മഴയുള്ള ദിവസം. ഒരു 8 മണിയേക്കാളുമായി ഞാൻ എണ്ണീച്ചപ്പോൾ. പിന്നെ പെട്ടെന്ന് തന്നെ അടുക്കളയിൽ കയറി ചായയൊക്കെ ഇട്ട് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്നത്. ഒരു 100 വട്ടം അമ്മയെ വിളിച്ചിട്ടാണ് ഈ സാധനം ഞാൻ ഉണ്ടാക്കിയത്. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. കിടിലൻ സാധനമായിരുന്നു. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ആട്ടോ കഴിക്കാറ്. ഈ ചപ്പാത്തി, ദോശ അങ്ങനത്തെ ഐറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുത്തൊക്കെ ഇതിനാണ്. അങ്ങനെ ആകുമ്പോൾ വയറ് നിറയും. രണ്ടുപേരും മനസ്സറിയാണ്ട് ഒരുപാട് കഴിക്കും. കറി റെഡിയായിട്ട് സന്തോഷമാണ് കേട്ടോ എൻ്റെ മുഖത്ത്. പിന്നെ ഉച്ചയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ചേച്ചിയുടെ വീട്ടിൽ പോയി മോളെ വിളിച്ചോണ്ട്. ഇവള് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവളെ ഒരുക്കലാണ് എൻ്റെ മെയിൻ പരിപാടി. എല്ലാവരും ഞങ്ങളുടെ ബന്ധുക്കളായാലും കുറച്ച് പേരൊക്കെ പറയുന്നത് എൻ്റെ ഒരു മിനിയേച്ചർ വേഷനാണ് ഇവളെന്നാണ് പറയുന്നത്. കാരണം എൻ്റെ പണ്ടത്തെ എല്ലാ കുരുത്തക്കേടും ദൈവങ്ങളിലുണ്ട്. പിന്നെ കാണാനും ഏകദേശം ഒരേപോലെയൊക്കെയാണ് എല്ലാവരും പറയാറ്. എന്നാലും ഞാൻ പ്രസവിച്ചതല്ലെങ്കിലും എൻ്റെ മോളെ പോലാണ് കേട്ടോ ഇവള്. ഞാൻ ആര് ചോദിച്ചാലും എൻ്റെ മോളെന്നാണ് പറയുന്നത്. അതാണ് കേട്ടോ ചേച്ചി. ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ അടുത്തുള്ളൊരു പുഞ്ചയിലോട്ട് വന്നതാണ് കേട്ടോ. അതിന് തൊട്ടപ്പുറത്ത് കുറേ പിള്ളേരിന്ന് ചൂണ്ടയിടുന്നുണ്ടായിരുന്നു. അത് കണ്ട് ചേച്ചിക്കും ചൂണ്ടയിടണമെന്ന് പറഞ്ഞ് അവന്മാരുടെ കയ്യിൽ നിന്ന് ചൂണ്ടയും വാങ്ങിച്ച് കൊളുത്തിക്കൊണ്ട് ഇവിടെ ഇരിക്കുക. ഇരുന്ന് സമയം പോയതല്ലാതെ അതിനകത്തൊന്നും വന്നില്ല. ആരും വന്നില്ല, എന്താ ഞാൻ വരാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടൊരു തവള കയറി അവന്മാരുടെ അകത്ത് കുരുങ്ങി. പിന്നെ അതിനെ എടുത്ത് കളയലായിരുന്നു പണി ഫുള്ള്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അതൊക്കെ കണ്ടിരുന്നിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.